ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്ന കമന്റ് ആണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാവാൻ കാരണമായത്. അപ്പൊ ആ ഒരു കമന്റ് എന്താണെന്നും അതിൽ പറഞ്ഞ ചലഞ്ച് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റിൽ പറഞ്ഞ കാര്യം ദേ ഇതാണ്. സോ അതാണിന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോണത്. എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരികയെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പള്ളിയിൽ പോയിട്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിൽ എന്തായാലും പോകണം. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കാരണം ആദ്യത്തെ കുർബാനയാണ് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആര്യാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഒരു വട്ടം ഇവിടുന്ന് ഒരു നെയ് റോസ്റ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഒരു സ്ക്രിബിളൊക്കെ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഹനുമാൻ്റെ ചിത്രം. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് ഈ സ്ഥലമൊക്കെ ഏകദേശം പരിചയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്, അതുപോലെ ഒരു ഉഴുന്നുവട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം വേണം നമുക്ക് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറി കഴിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ഇപ്പോൾ കുറേ പേര് ചിന്തിക്കേണ്ടാവും എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കമൻറ്റ് വായിച്ചിട്ടുള്ള ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡേ ഇൻ മൈ ലൈഫ് ഡൂഡിൽ എന്നുള്ള ഒരു കൺസെപ്റ്റ്. സംഭവം സിമ്പിളാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും. നമ്മുടെ ഒരു ദിവസത്തെ കാഴ്ചകളൊക്കെ കൂടി ഒരു വീഡിയോ ആക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ആ കാഴ്ചകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ഓരോ പിക്ചറുകളായി ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ആ ഒരു ദിവസം നടന്ന കാഴ്ചകളൊക്കെ കൂടി ചേർത്തിട്ടൊരു ഡൂഡിൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇനി ഡൂഡിൽ ആർട്ട് എന്താണെന്ന് അറിയാത്തവർ വിഷമിക്കേണ്ട. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ ഇന്ന് നടന്ന കാഴ്ചകളെയൊക്കെ ചേർത്തിട്ട് ആ ഒരു ഡൂഡിൽ ആർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഉച്ചയ്ക്ക് നമ്മളൊരു അടിപൊളി ബിരിയാണിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ഗ്ലാസ് പാലട പായസം കിട്ടി. പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ബിരിയാണിയുടെ ഒപ്പമാണെങ്കിലും ഞാനത് കഴിച്ചു കേട്ടോ. നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ മുമ്പ് എവിടെയോ കണ്ട പോലെ തോന്നുന്നുണ്ടാവും. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഇതിന് മുമ്പ് ഈ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോക്കിമോൻ കാർഡ്സും അതുപോലെ ഈ അലോഷ് എന്ന് പറയുന്ന പയ്യനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അതൊക്കെ നടന്നത് ഈ ഒരു ദിവസമായിരുന്നു. അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും വേണ്ടില്ല, ഈ കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാർഡ്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഡ്യൂപ്ലിക്കേറ്റ് കാർഡാണ്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തിളങ്ങണ കാർഡുകൾ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സ്ക്രിബിൾ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലോഷിനെ കൊണ്ടാണ് ഇത്തവണ സ്ക്രിബിൾ നമ്മൾ വരപ്പിച്ചത്. ഇതുവരെ വരച്ചതിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്ക്രിബിളായിരുന്നു അത്. നമുക്ക് പെട്ടെന്ന് തന്നെ അതിനൊരു പിക്ചറാക്കി മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടിരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പേര് ഓർമ്മ ഉണ്ടോ? എന്തായാലും വേണ്ടില്ല, നമ്മൾ അലോഷിൻ്റെ കൂടെ കുറച്ചും കൂടി കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചമുക്കാലായിട്ടുണ്ടെങ്കിലും നല്ല വെയിലുള്ള കാരണം കൊണ്ട് നമ്മൾ തണലുള്ള സ്ഥലത്തു കൂടെ മാത്രമാണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ പോയത് ഈ ഒരു പുഴയുടെ അടുത്തേക്കാണ്. പുഴയല്ല, ഈ ഒരു വീടിൻ്റെ അടുത്തേക്കാണ്. വീടിനോട് ചേർന്നിട്ടൊരു കുളമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ വീടിൻ്റെ മുമ്പിലുള്ള ഈ പിക്ചറാണ് എന്നെ ഈ വീട്ടിലേക്ക് ആകർഷിച്ചത്. വീട് പൂട്ടിക്കെടുക്കായിരുന്നു. അപ്പോൾ ഈ പിക്ചർ ആരാണ് വരച്ചത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ ആ ഒരു കലാകാരൻ എന്നൊക്കെ ഞാൻ അലോഷിനോട് ചോദിച്ചു. അപ്പോൾ അവൻ അതിനെ പറ്റിയിട്ടൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. മീനുകൾ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് ആ മീനുകളെ കാണിക്കാറുണ്ട്. അപ്പോൾ ചില സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യാറുണ്ട് മീനുകളുടെ മാത്രം ഒരു വീഡിയോ ചെയ്യൂ എന്ന്. അധികം പേരൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഓരോരുത്തർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടൻറ്റ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഇടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ കുറേ ഫിഷിനെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ചാനലിൻ്റെ ആ ഒരു കണ്ടൻറ്റിനെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. ഈ ഒരു കുളവും ഇവിടുന്ന് കിട്ടിയ ഒരു മോസിൻ്റെ പീസ് അതുപോലെ ഷെല്ല് അതൊക്കെ കൂട്ടി ചേർത്തിട്ട് ഒരു ടെക്സ്ചർ ആർട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട്. അതുകൊണ്ട് ഈ സ്ഥലം കാണുമ്പോഴും പലർക്കും ഇത് മുമ്പ് എവിടെയോ കണ്ട പോലെ തോന്നാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തത് തൃശ്ശൂർ ജില്ലയിലെ ഏനാമാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഈ ഏനാമാവ് വന്നിട്ട് നമ്മൾ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്താതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടാൽ മാത്രമാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഈവനിങ് ആണെങ്കിലും ഒടുക്കത്തെ വെയിലായിരുന്നു. എന്നാലും വേണ്ടില്ല, വലിഞ്ഞ് കയറിയില്ല എന്ന് വെച്ചിട്ട് നമ്മളിത് ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി എഡിറ്റ് ചെയ്തു. അതുപോലെ നല്ലൊരു ഭാഗം നോക്കിയിട്ട് നമ്മൾ വരച്ചു. അപ്പോൾ നമ്മുടെ അവസാനത്തെ ഡൂഡിൽ ആർട്ടിലത്തെ വർക്കായിരുന്നു ഇപ്പോൾ നമ്മൾ വരച്ചത്. അങ്ങനെ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഇനി വീട്ടിലെത്തിയ വഴിക്ക് നമുക്ക് ഡൂഡിൽ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം കേട്ടോ.
വർക്കിന്റെ ഫൈനൽ റിസൾട്ട് ഇതുപോലെയാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. അതുപോലെ എന്തെങ്കിലും കണ്ടന്റ്, വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചുകളോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് കമന്റ് ചെയ്ത് നമ്മൾ ആ രീതിയിലൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.